ദ കേരള സ്റ്റോറി 1 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അത് കഴിഞ്ഞ മെയ്യിൽ ഇറങ്ങിയ സിനിമയാണ്. ഇതേ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ആ സമയത്ത് ഞങ്ങളുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരുന്നു, ഇത് കൃത്യമായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിയ സിനിമയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ രാഷ്ട്രീയം എന്ന്. കോടികൾ മുടക്കി BJP RSS സ്പോൺസർഷിപ്പിൽ ഇറങ്ങിയ സിനിമയാണ് എന്ന്. ആ ചിത്രം ഇപ്പോൾ സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് നൽകിയ ആ ചിത്രം കുട്ടികളെ 17ഉം 16ഉം 15ഉം വയസ്സുള്ള കുട്ടികളെ തന്നെ കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ചർച്ചയാവുകയും ചെയ്തു. ചില അതിരൂപതകൾ ആ നീക്കത്തിൽ നിന്ന് പിന്നീട് പിന്മാറുകയും ചെയ്തു. തലശ്ശേരി, താമരശ്ശേരി അതിരൂപതകളൊക്കെ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് KCYM-ന്റെ ഔദ്യോഗികമായ അറിയിപ്പും ഒക്കെ വന്നു. ഒരിക്കൽ കൂടി കേരള സ്റ്റോറി ചർച്ചയാകുമ്പോൾ ABC മലയാളം ന്യൂസ് ഒരിക്കൽ കൂടി കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി എന്താണ് എന്ന് അന്വേഷിക്കുകയാണ്. അതിഥികളിലേക്ക് വളരെ വിശാലമായി അവരെ പരിചയപ്പെടുത്തുന്നതിനൊക്കെ മുമ്പ് സിസ്റ്റർ ജസ്മിയിലേക്ക് പോവുകയാണ്. സിസ്റ്റർ ജസ്മി, യഥാർത്ഥ കേരള സ്റ്റോറി ഇതല്ല എന്ന് പറയുന്നവരുണ്ട്. കേരള സ്റ്റോറിയെ അവഗണിക്കണോ അതോ കേരള സ്റ്റോറിക്ക് എന്തെങ്കിലും പരിഗണന ഈ സമൂഹം കൊടുക്കേണ്ടതുണ്ടോ? കേരള സ്റ്റോറി എന്ന ഒരു സിനിമയുടെ പേരാണ്. ഒന്നാമത് മലയാളം കേരള എന്നുള്ള വാക്കും സ്റ്റോറി എന്നുള്ള ഇംഗ്ലീഷ് വാക്കും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ടൈറ്റിൽ ഇട്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ സ്റ്റോറിയാണോ, അങ്ങനെയൊക്കെ കുറെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു ടൈറ്റിലും ഒരു സ്റ്റോറിയും ഒരു സിനിമയൊക്കെയാണ്. ഒരു BJP സ്നേഹിതയുടെ കൂടെയാണ് ഞാൻ ശോഭാ സിറ്റി വരെ പോയി ഈ സിനിമ കണ്ടത്. കാരണം ആ സ്ത്രീക്ക് നിർബന്ധം ഉണ്ടായിരുന്നു സിനിമ കാണണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ടിരിക്കണം, എല്ലാ കാര്യങ്ങളും അറിയണമല്ലോ. ഞങ്ങൾക്ക് ഇവിടെ തൃശ്ശൂർ തിയേറ്ററുകളിൽ ഒന്നും വന്നില്ല. അപ്പൊ അതൊക്കെ തന്നെ ചില വിഷയങ്ങളാണ്, എന്തുകൊണ്ട് തൃശ്ശൂർ തിയേറ്ററുകളിൽ വന്നില്ല. അപ്പോൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൃശ്ശൂർ തിയേറ്ററുകാരൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശോഭാ സിറ്റിയിൽ പോകേണ്ടി വന്നു. അതിന് കുറച്ചധികം പൈസയൊക്കെ ചെലവഴിച്ച് ദൂരെയുള്ള അവിടെയാണ് ഞാൻ കണ്ടത്. 3 സ്ത്രീകളുടെ കഥയാണ്. അത് സ്റ്റോറിയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഫാക്റ്റാണ്, ചരിത്രമാണെന്നൊന്നും അവർ അവകാശപ്പെടുന്നില്ലല്ലോ ടൈറ്റിലിൽ തന്നെ. അത് സ്റ്റോറിയാണ്. 3 സ്ത്രീകളുടെ കഥയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവർ പെരുപ്പിച്ച് പറഞ്ഞു, ഒരുപാട് നമ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അതൊന്നും തെളിവ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തി, ആ ക്ലെയിമിനൊക്കെ. പക്ഷെ ഈ 3 സ്റ്റോറികള്, അതിലൊരു സ്റ്റോറി നമുക്ക് ഇവിടെ ഉണ്ടായ ഒരു സംഭവവുമായിട്ട് ബന്ധമുണ്ട്. ആ കുട്ടിയുടെ അമ്മയോട് ഇതിലൊന്ന് പ്രത്യക്ഷപ്പെടാൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ അത് വിസമ്മതിച്ചു, അത് വന്നില്ല. എങ്കിലും നമുക്ക് ആ ഒരു സംഭവം ഇവിടെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട, എല്ലാവരും ഒപ്പം വിഷമിച്ച ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ പ്രശ്നം വരുന്നത് ഈ ഇന്റർകാസ്റ്റ് മാരേജ് എന്നുള്ളതല്ല പ്രശ്നം. ഏത് മതത്തിൽ നിന്ന്, ക്രിസ്തു മതത്തിൽ നിന്നാണോ അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്നാണോ പോയത്, അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. അവർ നന്നായി കുടുംബജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാൻ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, ഇത് അവരെ ടെററിസത്തിലേക്ക് നയിക്കുന്നു. അവരെ അഫ്ഗാനിസ്ഥാനിലേക്കും അവിടേക്ക് കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെ ചതിയാണ് ഒന്നാമത്തെ പ്രശ്നം. ചതിച്ചിട്ടാണ് ഈ പ്രണയം ഭാവിക്കുന്നത്. എന്നിട്ട് പ്രണയിച്ച ആളോ പ്രഗ്നന്റ് ആക്കിയ ആളോ അല്ല ഒരു കഥാപാത്രത്തിൽ കല്യാണം കഴിക്കുന്നത്. നിവൃത്തിയില്ലാതെ ആയപ്പോൾ വേറൊരു മുസ്ലിം പയ്യൻ കല്യാണം കഴിച്ച് അതിനെ ശരിയാക്കി തീർക്കുന്ന പോലെ ആണ് കാണിക്കുന്നത്. പിന്നെ അവളെ കൊണ്ടുപോകുന്നതും ഒക്കെ. പിന്നെ 2 പേരുടെ നരേഷനിലും അവർ പറയുന്നതും ഇതുപോലെയുള്ള ചതി നടന്നു എന്നതാണ്. അപ്പൊ ഇവിടെ ടെററിസം എന്നുള്ളൊരു പ്രശ്നവും ചതി എന്നുള്ളൊരു പ്രശ്നവും, ഇതൊക്കെ ചതിക്കുഴികളാണ്. ഇത് പ്രണയത്തിൽ മാത്രമല്ല, പലതിലും നമ്മൾ ചതിക്കുഴികളിൽ വീഴാറുണ്ട്. ഈ പണസംബന്ധമായ ഒരു ചെറിയ ചതിക്കുഴിയിൽ ഞാനും വീണുപോയി. 16 കൊല്ലം വീഴാതെ നോക്കിയെങ്കിൽ ഒടുക്കം ഞാനും പെട്ടെന്നുള്ളൊരു പ്രശ്ന മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഞാനും അതിൽ വീണുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ചതിക്കുഴികൾ ഈ ലോകത്ത് മുഴുവനും പല വിധത്തിലുണ്ട്. അപ്പൊ ഇതും അതിലൊരു ചതിക്കുഴിയാണ്. ഇതിൽ പെട്ട് കഴിഞ്ഞിട്ടുള്ള ആ യുവതികളും അതുമായി ബന്ധപ്പെട്ട വീട്ടുകാരും വളരെയേറെ വിഷമിക്കും. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ ടെററിസത്തിലേക്ക് പോകുന്നതൊക്കെ മതങ്ങളാണ്, അല്ലെങ്കിൽ മതം തലക്കടിച്ചവരാണ്.
ആ ഒരു ഹിന്ദു പെൺകുട്ടി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന, ഞാൻ പേരൊന്നും അങ്ങനെ പറയുന്നില്ല, അവളും വലിയ നിമിഷയാണ് ഹൈന്ദവ നിമിഷയാണ് ഉദ്ദേശിച്ചത്. ഭക്തയായിരുന്നു. വളരെ ഹൈന്ദവ ഭക്ത. അപ്പൊ അവർക്ക് എന്ത് പറ്റുന്നു? അവര് ആ ഹൈന്ദവ തലക്കടിച്ച ഭക്തി പോയിട്ട് മുസ്ലിം യുവാവിനെ സ്നേഹിക്കുന്നു, അവര് പറയുന്നതൊക്കെ വിശ്വസിക്കുന്നു. അപ്പൊ ഈ മതം തലക്കടിക്കുമ്പോ അത് ഒരു ആവസിക്കുന്ന പോലെ വരുമ്പോൾ അവര് വഴിതെറ്റിപ്പോവുകയാണ്. അത് ഏത് മതത്തിലും. അവിടെയാണ് ഈ ടെററിസം. മതമില്ലാതെ ഒരു ടെററിസം ഞാൻ ഇതുവരെ കണ്ടെത്തിയില്ല. ഈ മതം തലക്കടിക്കുന്ന അവിടെ സാധാരണ മതവിശ്വാസികൾ നന്നായി ജീവിക്കുന്നു. പക്ഷെ ഇതൊരു മതഭ്രാന്തായിട്ട് മാറുമ്പോൾ അത് ടെററിസത്തിലേക്ക് വഴി തെളിക്കുന്നു, ഏത് മതമായാലും. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അല്ല സിസ്റ്റർ ജസ്മി, ഇവിടെ ഒരു സംശയം, എന്താണ് റെലവൻസ് എന്നുള്ളതാണ്. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇടുക്കി അതിരൂപതയ്ക്ക് ഇത് കാണിക്കണമെന്ന് തോന്നുന്നു. നമുക്ക് നേരത്തെ അറിയാമല്ലോ, നമ്മുടെ മാർ ജോസഫ് പംളാനി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്, റബ്ബറിന് വില കൂട്ടിത്തരൂ, ഞങ്ങൾ NDAക്ക് വോട്ട് ചെയ്യാം, BJPക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് BJP പാളയത്തിലേക്ക് അല്ലെങ്കിൽ സംഘപരിവാർ പാളയത്തിലേക്ക് കുഞ്ഞാടുകളെ നയിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ കോണ്ടെക്സ്റ്റുവലായി ഈ ചിത്രം. അത് ചെറിയ കുട്ടികളെ കൂടി കാണിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ സ്വാഭാവികമായും. ദൂരദർശനമൊക്കെ ഈ സിനിമ കാണിച്ചു കഴിഞ്ഞതുമാണ്. അതുകൊണ്ടാണ് ഈ സാഹചര്യം ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടോ? രാജനിലേക്ക് ഞാൻ പറയാം, ഒറ്റ കമന്റ് സിസ്റ്റർ പറഞ്ഞോ. സിനിമ ഇറക്കുന്നത് തന്നെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് നമുക്ക് ഏകദേശം ഒരു വർഷം മുൻപ് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്? ഈ വിശുദ്ധ കുർബാന തർക്കത്തിലേക്ക് നയിച്ചത് ഇത് ഒരു ഭൂമി കുംഭകോണത്തിന്റെ ഒരു മറയ്ക്കലിന് വേണ്ടി നമ്മൾ രാഷ്ട്രീയക്കാർ ചെയ്യില്ലേ? ഒരു പ്രശ്നം ഉണ്ടായ വേഗം വേറൊരു അപകടമോ പ്രശ്നമോ ഒരു നിയമമോ ഒക്കെ ഇറക്കി ശ്രദ്ധ തിരിക്കാം. അത് രാഷ്ട്രീയക്കാർ കൂടുതലും മതങ്ങളിലാണ്, പള്ളികളിലുമാണ്. അപ്പോൾ അവരുടെ ഒരു ഭൂമി കുംഭകോണം അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പണസംബന്ധമായ പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ ഒളിക്കാനും മറയ്ക്കാനും പലതുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു രക്ഷകൻ ആരാണെന്നുള്ളതും, മോദിയാണോ രക്ഷകൻ, അല്ലെങ്കിൽ ED വന്ന് സ്വത്ത് എടുക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏറ്റവും സേഫായിരിക്കുന്നത് ഇനി മോദി ഭരണം വന്നാൽ ഞങ്ങളുടെ കുറേ ഒളിക്കാനും മറയ്ക്കാനും ഉള്ളതിൽ നിന്നൊക്കെ രക്ഷ കിട്ടുമോ എന്നൊരു ചിന്ത ഇവരുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. കുർബാന തർക്കം തന്നെ ഒരു ആവശ്യമില്ലാത്ത സമയത്താണ് കൊണ്ടുവന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കുറെ മറയ്ക്കാനും വയ്ക്കാൻ. ഇപ്പോ ഇലക്ഷൻ വരുന്നു, എന്തിനാണ് ഈ കുട്ടികളെ അടക്കം, അതായത് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണെന്നൊക്കെയാണ് പറയുന്നത്, അത് എന്തിനാണ് ഈ കുട്ടികളെ കാണിക്കുന്നത് എന്നൊരു ചോദ്യം. അതിനൊരു ന്യായം പോലെ ഞാൻ ശാലോം ചാനലിൽ ഇന്നലെ ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. ഇതേ കാര്യം പള്ളിയുടെ വശം വെച്ചിട്ടാണ് ചർച്ച. അവര് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തത് സെക്സിന്റെ അതിപ്രസരം കൊണ്ടല്ല, അത് ഭീകര അവസ്ഥ കാണിക്കുന്നത് കൊണ്ട്, വയലൻസ് ഉള്ളത് കൊണ്ടാണ്. അതിനവർ എടുത്തു പറഞ്ഞത് പാഷൻ ഓഫ് ക്രൈസ്റ്റിലും വയലൻസ് ഉണ്ട്, അതിനും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതും കുട്ടികളെ കാണിക്കരുതെന്നാണ് പള്ളിക്കാർ ആഗ്രഹിച്ചത് അല്ല കാണിക്കരുത് ഈ നിലയ്ക്ക്. പക്ഷെ അവർ കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ കുട്ടികളെ പാഷൻ ഓഫ് ക്രൈസ്റ്റും കാണിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ഈ വയലൻസ് കുട്ടികളെ കാണിക്കുന്നത്? അപ്പൊ അവിടെയൊക്കെ ഇതിനെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ടോ എന്ന് നമ്മൾ വളരെ ബലമായി ദൃഢമായി സംശയിക്കുന്നു. അടുവിൽ വിമല ബിനു, ഞാൻ വിമലയിലേക്ക് വന്നാൽ, വിമല എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്? പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത, സ്വാഭാവികമായും സർട്ടിഫിക്കറ്റ്, അടൽ സോളി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ 18 വയസ്സ് പൂർത്തിയായ കുട്ടികളെ, അല്ലെങ്കിൽ 18 വയസ്സ് പൂർത്തിയായ ശേഷം കാണേണ്ട സിനിമ എന്ന അർത്ഥത്തിലാണ് സെൻസർ ബോർഡ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയ ചിത്രം പള്ളികളിൽ പ്രദർശിപ്പിക്കുന്നു, അവരുടെ വിശ്വാസ ഉത്സവത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കുന്നു. പിന്നീട് തലശ്ശേരി, താമരശ്ശേരി രൂപതകളൊക്കെ വീടുകളിൽ, കുടുംബ യോഗങ്ങളിൽ, കുടുംബ സദസ്സുകളിലൊക്കെ കാണിക്കാൻ തീരുമാനമെടുക്കുന്നു. അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദുസ്സൂചന നൽകുന്നുണ്ടോ? പ്രിയപ്പെട്ട ഫിറോസ്, ഞാനും മതബോധന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് താമരശ്ശേരി രൂപതയിലെ ഒരു ഇടവകയിൽ തന്നെ
വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ദിവസവും കുർബാന കണ്ട് ഇടവകയിലെ മതബോധന ക്ലാസ്സുകളിൽ കറക്റ്റായി അറ്റൻഡ് ചെയ്ത് വിശ്വാസ പരിശീലനം നടത്തി വളർന്നു വന്ന ഒരു ക്രിസ്ത്യാനി കത്തോലിക്ക പെൺകുട്ടിയാണ് ഞാൻ. പക്ഷെ ഞങ്ങളുടെ പഠന കാലയളവുകളിൽ ഒന്നും തന്നെ ഒരു മതത്തെ അന്യമതത്തെ ബഹുമാനിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അന്യമതക്കാരനോട് പിന്നെ അകൽച്ച കാണിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നോ ഞങ്ങൾ പഠിച്ച ഒരു കാലയളവിലും ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ബോധ്യത്തിലേക്ക് ഞങ്ങളുടെ മതപുരോഹിതന്മാർ ഞങ്ങളെ നയിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സെക്കുലറായ ഒരു ചിന്താഗതിയിൽ നിലകൊള്ളുവാനും നിങ്ങളുടെ കൂടെ കൂട്ടുപോകുന്നവനോട് നിങ്ങൾ ചോദിക്കേണ്ടത് അവന്റെ മതം ഏതെന്നല്ല, അവന് വിശക്കുന്നുണ്ടോ എന്നാണെന്ന് പ്രത്യേകം പഠിപ്പിക്കാൻ ഞങ്ങളുടെ ഇടവകളിൽ പിതാക്കന്മാരും അതുപോലെ തന്നെ മുതിർന്ന വൈദികരും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ആ മതത്തെ ഇപ്പോഴും സ്നേഹിക്കാനും റെസ്പെക്ട് ചെയ്യാനും ഒക്കെ ഞങ്ങളെ പോലെയുള്ളവരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഫിറോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, രൂപതയുടെ മുഖപത്രമായ ദീപികയിൽ വ്യക്തമായും വർഗീയതയ്ക്കെതിരായ ഒരു സ്റ്റാൻഡ് രൂപതയുടെ മുഖപത്രം എടുത്തിരുന്നു എന്നുള്ളതും അതിനകത്തൊരു നോട്ട് ചെയ്യേണ്ട, ഒരുപക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ സംഗതിയാണ്. അതുപോലെ തന്നെ പാമ്പ്ലാനി പിതാവ് പറഞ്ഞതിലും ലവ് ജിഹാദ് പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പിന്നെ ഒരു കൂട്ടര് മാത്രമാണ്, അല്ലാതെ അതൊരു പൊതുവായ കത്തോലിക്ക സഭയുടെ അഭിപ്രായമല്ല എന്ന് വ്യക്തമായിട്ടും ദീപിക മുഖപത്രത്തില് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാമ്പ്ലാനി പിതാവ് മറിച്ചും പറഞ്ഞിട്ടുണ്ട്. പാമ്പ്ലാനി പിതാവ് റബ്ബറിന്റെ വില കൂട്ടിത്തന്നാൽ ഞങ്ങള് BJPക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ അതേപോലെ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ മണിപ്പൂർ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്തോന്ന് അറിയില്ല, അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് മണിപ്പൂരിലെ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അവിടെ കേന്ദ്ര ഭരണകൂടം വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല എന്നും അതിന്റെ കാരണമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻസിഡന്റ് ഉണ്ടായതെന്നും മാനിഷാദ എന്നാണ് അധികാരികളെ ഓർമ്മിപ്പിക്കാനുള്ളതെന്നും അതേപോലെ തന്നെ പാമ്പ്ലാനി പിതാവ് അതിശക്തമായി പറഞ്ഞത് എങ്ങനെയാണ് മണിപ്പൂർ കലാപകാരികളുടെ കയ്യില് കേന്ദ്രത്തിൽ സൈനികർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എങ്ങനെ മണിപ്പൂർ കലാപകാരികൾക്ക് ബാക്കി, അപ്പൊ അതിന് ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു ബാക്ക്ഡ്രോപ്പ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നെ ഇത് ആരുടെ അജണ്ടയാണ്? നമുക്കറിയാം, ഒരു തരത്തിൽ സഭയുടെ മൗനാനുവാദം ഉണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിൽ വിഷം ചീറ്റാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട കാസ എന്ന സംഘടനയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവരും, നമുക്കറിയാം ഏത് ഇൻസിഡന്റ് ഉണ്ടായാലും ആ ഇൻസിഡന്റിനെ മതവുമായിട്ടും വർഗീയതയുമായിട്ടും കൂട്ടിക്കുഴച്ചുകൊണ്ട് കേരളത്തില് വിദ്വേഷത്തിന്റെ കലർപ്പ് കലർത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഒരിക്കലും ഞാനൊന്നും പഠിച്ചു വന്ന സാഹചര്യങ്ങള് ഓർത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങളെ ഒന്നും ചെറുപ്പത്തിൽ, ജസ്മിക്ക് അറിയാമായിരിക്കും, ചെറുപ്പത്തില് സഹോദരൻ എന്നാണ് ചുറ്റും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ ഫിറോസിനെ സഹോദരനായിട്ട് കാണാനല്ലാതെ ഞങ്ങളുടെ മതം മറ്റൊന്നും പഠിപ്പിക്കുന്നില്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചിന്താഗതികളെ മാറ്റത്തക്ക രീതിയിൽ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നു. ആ നറേറ്റീവിനെ ധാരാളം പാവപ്പെട്ട സ്ത്രീകളുണ്ട് പള്ളിയിൽ പോയി ഞായറാഴ്ച പിതാക്കന്മാരും അച്ഛന്മാരും പറയുന്നത് അപ്പാടെ വിഴുങ്ങുന്ന ഒരു വലിയ സമൂഹം ഞങ്ങൾക്കിടയിലുണ്ട്. അപ്പോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മക്കളെ ടാർഗറ്റ് ചെയ്ത് തീവ്രവാദികൾ കൊണ്ടുപോകുന്നു, അത് മുസ്ലിങ്ങളാണ്, അവരെ അകറ്റി നിർത്തണം എന്നുള്ള രീതിയിൽ വിദ്വേഷം കലർത്തുന്ന ഒരു സമീപനം ഇടവകളിൽ നിന്ന് ഉണ്ടാവുന്നതായിട്ട് ഇവൻ എന്റെ പേരൻസ് അല്ല, അഡ്വക്കേറ്റ് വിമല ബിനു സ്വന്തം അനുഭവത്തിൽ കൂടി വളരെ വിശദമായി കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. വിമല ബിനുവിന്റെ ഒക്കെ തലമുറയിലെ പെൺകുട്ടികൾ പോലും അത്രയും പ്രബുദ്ധരായിരുന്നു. ഇപ്പൊ ഈ ഇപ്പോഴത്തെ നമ്മൾ പൊതുവെ ന്യൂജൻ എന്ന് പറയാറുണ്ട്. അവര് വളരെ പല കാര്യങ്ങളിലും വളരെ പ്രാക്ടിക്കലാണ്, കൃത്യമായ ബോധവും വിവരവും കോമൺ സെൻസും ഒക്കെ ഉള്ളവരാണ്. ഈ കുട്ടികളെ ശരിക്കും, അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, ഇവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഇവരുടെ പ്രജ്ഞാ ശക്തിയെ അവഹേളിക്കുകയാണോ, അപമാനിക്കുകയാണോ? ഇത്തരം ഒരു ചിത്രം നിങ്ങൾ ഈ സിനിമ കാണൂ, ഈ സിനിമ കണ്ടുകൊണ്ട് നന്നാവൂ എന്ന് പറയുന്നതിലൂടെ ഈ
സഭയിലെ ചില രൂപതകളെങ്കിലും ചെയ്യും. അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് എനിക്ക് തോന്നിയ കാര്യം, ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതബോധനത്തിലും വിശ്വാസ സത്യങ്ങളിലും ബോധ്യങ്ങളിലും വളർത്തിക്കൊണ്ടുവരുവാൻ എവിടെയാണ് പിതാക്കന്മാർക്ക് കുറവ് വന്നത്? ഇപ്പോൾ എന്തുകൊണ്ട് പിതാക്കന്മാർ മാറി ചിന്തിക്കുന്നു? അതല്ലെങ്കിൽ സമൂഹം അതിനകത്ത് ഏറ്റവും ഫിറോസ്, ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തേനെ. കാരണം പിതാക്കന്മാർ പറയുന്നത് പൊതുവെ അംഗീകരിക്കുന്നതും അനുസരിക്കുന്നതും ഒക്കെ എന്റെയും പ്രവണതയായിരുന്നു ഇത്രയും കാലം. കാരണം അവര് തെളിച്ച വഴിയിൽ കൂടിയാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിപ്പോർട്ട് പോലും നമുക്ക് അനുകൂലമായിട്ട് പ്രസന്റ് ചെയ്തിട്ട്, ദിസ് ഈസ് ദ ഫാക്ച്വൽ സർവേ റിപ്പോർട്ട്. ഇത്രയും പെൺകുട്ടികൾ നമ്മളുടെ ഓരോ ഇടവകളിലും കണക്കുകൾ ഉണ്ടാകുമല്ലോ, ഇത്രയും പെൺകുട്ടികൾ നമ്മളുടെ മതത്തിൽ നിന്ന് കൺവേർട്ട് ആയി പോയിരിക്കുന്നു. ഇത്രയും പെൺകുട്ടികൾ ക്യാൻവാസ്ഡ് ആണ്. ഇത്ര പെൺകുട്ടികളുടെ ജീവിതം അപകടത്തിലായിരിക്കുന്നു. ഇത്ര പെൺകുട്ടികൾ ലവ് ജിഹാദിന് തിരിച്ചെത്ര പേർ വന്നു എന്ന കണക്ക് കൂടി ഉണ്ടാകേണ്ടതാണ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരതിനകത്തൊന്നും അജ്ഞരല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാരണം അവർക്ക് തീർച്ചയായും രൂപതകളിൽ നിന്ന് അതിന്റെ സർവേ റിപ്പോർട്ട്സ് എടുക്കാം. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയിൽ CBCIക്കും KCBCക്കും ഒക്കെ അത്തരം ഒരു റിപ്പോർട്ട്, ഇന്റേണൽ എൻക്വയറി റിപ്പോർട്ട് ഉണ്ടാവേണ്ടതാണ്. അത്തരത്തിലൊരു റിപ്പോർട്ട് അവരുടെ കയ്യിലില്ല എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചോളട്ടെ, എന്തുകൊണ്ടാണ് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ പോലും ഈ NIAയുടെ റിപ്പോർട്ടിലില്ല, ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലില്ല, അങ്ങനെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സിൽ പാർലമെന്റിൽ കൊടുത്ത മറുപടിയിലില്ല. ബെന്നി ബെഹനാൻ പാർലമെന്റിൽ ചോദിച്ചു, പാർലമെന്റിൽ കൊടുത്ത മറുപടിയിലില്ല, സുപ്രീം കോടതിയിലില്ല, ഇല്ല, ഒരിടത്തും അത്തരത്തിൽ. ഞാൻ പറയട്ടെ, ഞാൻ ലവ് ജിഹാദ് കേസ് കേരള ഹൈക്കോടതിയിൽ അഡ്മിറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അവിടെയും പിന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സോ ദാറ്റ് മീൻസ് വാട്ട്? അപ്പൊ അത്തരത്തിലൊരു റിപ്പോർട്ടോ അത്തരത്തിൽ ഇങ്ങനെ ഒരു ഫാക്ച്വലായ ഒരു ഒഴുക്കോ അവർക്ക് കാണിക്കാനില്ല. പിന്നെ 1, 2, 3 യുണീക്ക് ഇൻസിഡൻസ്, ഒരു നിമിഷപ്രിയയുടെ ഇൻസിഡന്റ് പറയുന്നുണ്ട്, മറ്റൊരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജസ്നയുടെ പിതാവിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ജസ്നയുടെ തിരോധാനം ഇത്തരത്തിൽ വർഗീയതയുമായിട്ട് കണക്ട് ചെയ്യാൻ ധാരാളം പേർ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ധാരാളം ഫോളോ അപ്പ് നടന്നിരുന്നു. പക്ഷെ അദ്ദേഹം ആ കെണിയിൽ വീണില്ല എന്ന്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ചില സ്ഥാപിത താല്പര്യക്കാരുടെ അജണ്ടയാക്കി മാറ്റി ഇത്തരത്തിൽ വിഷം കുത്തിവെക്കാനും സമൂഹത്തെ മലിനമാക്കാനും മനഃപൂർവ്വം ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ സഭകളുടെ അകത്തളങ്ങളിൽ കയറി പറ്റിയിരിക്കുന്നു. അവർക്ക് ഇതുവരെയുള്ള നമ്മുടെ മതസമന്വയത്തിന്റെ അഡ്വക്കേറ്റ് വിമല ബിനു, ഒരു മതസമന്വയത്തിന്റെ സംസ്കാരമാണ് കേരളത്തിന്. അത് നമ്മുടെ ചരിത്രം അതാണ് പറയുന്നത്. ഇപ്പൊ കേരള സ്റ്റോറിയാണ്. ഇപ്പോ സിസ്റ്റർ ജസ്മി പറഞ്ഞതുപോലെ വേണമെങ്കിൽ അങ്ങനെയും ന്യായീകരിക്കാം ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക്, ഇതൊരു സ്റ്റോറി മാത്രമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ അത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ ചർച്ചയാകുമ്പോൾ നമ്മുടെ ഇന്നലെ വരെയുള്ള നമ്മുടെ മതസമന്വയത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒക്കെ അന്തരീക്ഷത്തിന് മേൽ വീഴുന്ന ഒരു വല്ലാത്ത കരിമേഘങ്ങളുണ്ട്. ഞാൻ വരാം. രാജൻ ജോസഫ് കുറച്ച് നേരമായിട്ട് ഇടപെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജൻ, ഇതുവരെ നമ്മൾ ആർജിച്ചെടുത്തതെല്ലാം, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണോ യഥാർത്ഥ കേരളത്തിന്റെ കഥ, അത് മുഴുവൻ റദ്ദ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനായി കേരള സ്റ്റോറി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് നിഷേധിക്കും. കേരള സ്റ്റോറി ഒരു ക്യാമ്പയിനാക്കി മാറ്റിയത് ആരാണെന്നുള്ളത് ആലോചിക്കണം. കാരണം കേരള സ്റ്റോറിക്ക് എതിരെ ക്യാമ്പയിൻ നടന്നപ്പോഴാണ് കേരള സ്റ്റോറി ഒരു വലിയ ക്യാമ്പയിനായിട്ട് മാറ്റിയത്. അതിനെ എതിർത്തവരാണ് അതിന്റെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചത് എന്ന് ഞാൻ ആദ്യം പറയും. രണ്ട്, പിന്നെ കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് തകഴി ചെമ്മീൻ എഴുതിയത്. കടത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും മണ്ണാണ്. അതേപോലെ തന്നെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രേമലേഖനം എന്ന കഥയിൽ പിന്നെ കേശവൻ നായരും സാറാമയും തമ്മിലുള്ള പ്രണയത്തിന്റെ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു ചേർക്കുക. അപ്പം പ്രണയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പിന്നെ എന്റെ അഭിപ്രായത്തിൽ പ്രണയിക്കണം, പ്രണയിച്ച് വിവാഹങ്ങൾ നടക്കണം, മിശ്ര വിവാഹങ്ങൾ നടക്കണം. സാമൂഹിക വിപ്ലവത്തിന്റെ പാത ലഘൂകരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗങ്ങളൊന്നായിട്ട് അതിനെ കാണുന്നതാണ്. റോസിന് വ്യക്തിപരമായിട്ട് അറിയാം, എന്റെ സഹോദരിയുടേത് പിന്നെ മിശ്ര വിവാഹമാണ്. ചില അതുവരെ നമുക്ക് ജീവിതത്തിൽ ഗുണമൊന്നും ഇല്ലാത്ത ചില കുടുംബക്കാർക്കൊക്കെ ഇപ്പൊ പയ്യൻ ഹിന്ദുവാണ്, അപ്പം പിന്നെ അവർക്ക് മതം മാറ്റിയാൽ കൊള്ളാന്നുള്ള ആലോചനകളൊക്കെ നടത്തിയവരുണ്ട്. പക്ഷെ ഇടവകയിൽ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞ ചെയ്തിരുന്നു പറഞ്ഞു. പെങ്ങളും പറഞ്ഞു, ഞാനും പറഞ്ഞു അങ്ങനെ കാര്യത്തിലേക്ക് പോകേണ്ട. അവർ രജിസ്റ്റർ മാരേജ് കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ആകെ ചെയ്തത് കല്യാണത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഞാൻ പിന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്,
എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ ഒരു കത്ത് കൊടുത്തു. പള്ളിയുടെ ഇടവക അംഗത്തിൽ നിന്ന് ഇത്രയും കാലം ഇടവകയിലെ കുടുംബങ്ങളും വികാരിയും ഒക്കെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അവളൊരു ഒഫീഷ്യലായിട്ട് രാജിക്കത്ത് കൊടുത്തു. ആ രാജിക്കത്ത് ഇടവകയുടെ പൊതുയോഗത്തിൽ പിന്നെ ബന്ധപ്പെട്ട ഭാരവാഹികൾ വായിക്കുകയും അവരെല്ലാം വളരെ സ്നേഹത്തോടെ ആശീർവദിച്ച് തന്നെയാണ് വിട്ടത്. പിന്നെ രജിസ്റ്റർമാരെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോ TV തോമസും ഗൗരിയമ്മയും എത്ര വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചു. അവിടെ നിന്ന് വിഷയം വന്നിട്ടില്ല. ഉമാ തോമസും PT തോമസും രണ്ടുപേരും മതം മാറാനൊന്നും പോയിട്ടില്ല. വയലാർ രവിയും മേഴ്സി രവിയും പിന്നീട് അവസാന ഘട്ടത്തിൽ മേഴ്സി രവി പിന്നെ മതവിശ്വാസത്തിലേക്ക് വന്നിരുന്നു എന്നുള്ളതുള്ളൂ. പക്ഷെ ഔദ്യോഗികമായ ഒരു മതം മാറ്റം നടന്നിട്ടില്ല. അപ്പൊ ഇപ്പോഴത്തെ മന്ത്രി MP രാജേഷ്, നിനിത എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. അവര് രണ്ടുപേരും രണ്ടു മതത്തിൽപ്പെട്ടവരാണ്, വളരെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റും. ഇവിടെ പറയുമ്പോൾ ഒത്തിരി പേരുണ്ടല്ലോ. അതെ അതെ, റഹീമിനെ പേര് തന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തോണ്ട് പറയാനേ ഉള്ളൂ. ഓക്കെ, അല്ല മാതൃകാപരമാണ്, അതെല്ലാം മാതൃകാപരമായിട്ട് കാര്യങ്ങൾ തന്നെ. എനിക്ക് എന്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് എങ്ങനെ ഉണ്ട് പ്രശ്നം അറിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ പ്രശ്നം വരുന്നത് എവിടെയാണ്? ഇങ്ങനെ പരസ്പരം വിവാഹം കഴിക്കുന്നതിനോ പിന്നെ ഒന്നിനും നമ്മൾ ആരും എതിരല്ല, പക്ഷെ അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം മതം മാറുന്നതും കുറ്റമല്ല. ഇന്ത്യക്കകത്ത് മതം മാറാൻ ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാനൊക്കെ ഓരോരുത്തർക്ക് അവകാശമുണ്ട്. പക്ഷേ മാധവിക്കുട്ടിയുടെ മതം മാറ്റം തൊട്ട് തന്നെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അവരൊരു വല്ലാത്ത തലമുറയിലേക്ക് പോയി എന്നുള്ളത്. അതാരാ നടത്തിയ ആള് ഇപ്പം നിലവില് പിന്നെ മത്സരിക്കുക. ഓക്കെ, ഇപ്പൊ പിന്നെ ഈ ലൈംഗിക അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ ഇമോഷണലി ലൈംഗിക അടിമത്തത്തിൽ എന്നുള്ളതിനേക്കാൾ മുമ്പ് ഇമോഷണലി ഇവര് വിട്ടുപോകാൻ പറ്റാത്തത്രയും പ്രണയം നടിക്കുകയാണ്. ആത്മാർത്ഥ പ്രണയത്തിനകത്ത് മതത്തിന് വലിയ റോളൊന്നുമില്ല. മതം മനുഷ്യനെ വായിക്കുന്ന കറുപ്പാണെന്ന് കാർൽ മാർക്സ് പറഞ്ഞെങ്കിൽ അതിനേക്കാളും തീവ്രമായ ഭാഷയിൽ മതം ലോകത്തിന്റെ കഥയാണെന്ന് വൈക്കമുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ സാധനം എന്നുള്ള കണക്കൂട്ടം. മതം എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്ന വർഷം 2024 രാജൻ ജോസഫ് ഓർക്കണം എന്നെനിക്ക് ഒരു ദയവായ ഒരു അഭ്യർത്ഥനയുണ്ട്. അല്പം മുമ്പ് അഡ്വക്കേറ്റ് വിമല ബിനു, നമ്മുടെയൊക്കെ ജനറേഷനിൽ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് വിമല ബിനു പറഞ്ഞു, ഈ നമ്മുടെ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ അവരൊക്കെ വെറും പൊട്ടത്തികളാണ് എന്ന് ധരിക്കരുത്. ലോകം മുഴുവൻ സ്വന്തമായി വിദ്യാഭ്യാസം ആർജിച്ച് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയി സ്വന്തമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന ഞങ്ങളുടെ പെൺകുട്ടികളെന്ന് എനിക്ക് തോന്നുന്നു. അത് വിമല ബിനുവിന്റെ ഒക്കെ തലമുറയിൽ തന്നെ അങ്ങനെയാണ്. ഇപ്പോ വർഷം 2024 ആകുമ്പോ ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ എങ്കിൽ അങ്ങനെ വന്ന് ആത്മാർത്ഥ പ്രണയം നടിച്ചങ്ങ് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലൊന്നുമല്ല കേരളത്തിലെ ഒരു മതത്തിലെ പെൺകുട്ടികൾ. അല്ല ബ്രോസേ, എതിരഭിപ്രായങ്ങളുണ്ട്. വൈകാരികമായ അടിമത്തത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ സ്നേഹബന്ധത്തിന്റെ വല്ലാത്ത ആഴത്തിൽ ഫിറോസ് പലപ്പോഴും എന്നെ സഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫിറോസ് എന്നോടുള്ള ഒരു സൗഹൃദത്തിന്റെ വല്ലാത്ത ബന്ധമുണ്ട്. അല്ല സത്യമാണല്ലോ, ടു വെരി ഫ്രാങ്ക് വിത്ത് യു. ഓക്കെ, അപ്പൊ പിന്നെ അല്ലെങ്കിൽ വിമല എന്നെ സഹിക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും കാരണം എന്റെ എല്ലാ സ്വഭാവം ഇഷ്ടപ്പെട്ടിട്ടാണോ? പക്ഷെ നമ്മുടെ ഒരു തരം ആ സ്നേഹത്തിനും സൗഹൃദത്തിനും അത്രത്തോളം ആഴത്തിൽ ആളുകളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു പ്രണയബന്ധത്തിനകത്ത് അതിനേക്കാൾ തീവ്രം. ഇപ്പൊ ഞാൻ ഈ സിനിമ കാണാൻ പോയത് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റർ തൃശ്ശൂരിൽ നിന്ന് കണ്ടു. ഞാൻ ഇപ്പൊ വടകരയിൽ പിന്നെ മത്സരിക്കുന്ന യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയുടെ കൂടെ പോയത്. പ്രഫുൽ നിർബന്ധം പറഞ്ഞിട്ടാണ് പോകുന്നത്. പ്രഫുൽ പിന്നെ റിലീസ് ദിവസം തന്നെ പ്രഫുൽ കോഴിക്കോട് ഇങ്ങോട്ട് വന്നു. ഷെയറായിസിൽ പോയിട്ട് രാത്രി സെക്രട്ടറിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി സിനിമ കാണുന്നത്. അത് അക്കാദമിക് പർപ്പസോട് കൂടി കണ്ടത്. ഒരുപാട് കാലത്തിന് ശേഷം സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. ഇതിന്റെ വിഷയം ഇപ്പോ ഈ കൗണ്ട് ശരിയല്ല എന്നാ പറയുന്നത്. ഇത്രയും പേര് പോയിട്ടില്ല, അതിനകത്ത് എക്സാഗ്രേറ്റ് ചെയ്ത് കണക്ക് അവതരിപ്പിക്കുന്നു. ഈ കൗണ്ട് ശരിയല്ല എന്നുള്ളതാ പറയുന്നത്. ഞാൻ പറയട്ടെ, അത് CPM പറയുന്ന പോലെ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നു എന്ന് പറയുമ്പോൾ അത്രയും വെട്ടുവെട്ടിയിട്ടില്ല. ഈ 51ന്റെ കണക്കും കൊണ്ട് RMP വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് പറയുന്നത് പോലെയാ. ഒന്നോ ഇല്ലയോ എന്നുള്ളതാ വിഷയം. എത്ര വെട്ടുവെട്ടി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അല്ലെങ്കിൽ ഞാനൊരു അഴിമതി നടത്തി, 10 കോടിയുടെ അഴിമതി നടത്തി. റോസ് പറയാണ് രാജൻ ജോസഫ് 100 കോടിയുടെ അഴിമതി നടത്തി എന്ന് പറയുമ്പോൾ ഞാൻ അഴിമതി നടത്തിയിട്ടില്ല എന്നല്ല പറയുന്നത്, ഞാൻ 100 കോടിയുടെ അഴിമതി നടത്തിയിട്ടില്ല എന്നാ പറയുന്നത്. ഇതെന്ത് അത്ര സുഖകരമായ ഈ കോണ്ടെക്സ്റ്റ് യോജിക്കുന്ന രൂപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 പേർ പോയിടത്ത് 32,000 പേർ പോയെന്ന് ട്രെയിലറൊക്കെ സിനിമയാണ്. 3 പേർ പോയിടത്ത് സോണിയയും നിമിഷയും മെറിനും പോയിടത്ത് 33,000 എന്ന കണക്കാണ്, 32,000 എന്ന കണക്കാണ് ട്രെയിലറിൽ കൊടുത്തത് ആദ്യം. അതാണ് വിവാദമായത്. വളരെ അസാധാരണമായ വളരെ ഒറ്റപ്പെട്ട വിരലിൽ എണ്ണാവുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതാണ് കേരളത്തിന്റെ സ്റ്റോറി എന്ന് നിങ്ങൾ നെയിം ചെയ്തതിനെയാണ് നമ്മൾ അതിനെ എതിർത്തത്. മനസ്സിലായി? അതല്ല കേരളത്തിന്റെ സ്റ്റോറി. കേരളത്തിന്റെ സ്റ്റോറി വ്യത്യസ്തമാണ്. കേരളത്തിന്റെ സ്റ്റോറി അതെ, കേരളത്തിന്റെ സ്റ്റോറി അയ്യപ്പന്റെയും വാവരുടെയും സ്റ്റോറിയാണ്. അങ്ങനെ മിത്ത് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പിന്നെ സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാരുടെയും ഒക്കെ സ്റ്റോറിയാണ്. ആ തരത്തിൽ വല്ലാത്തൊരു മതസമന്വയത്തിന്റെ ചരിത്രമുണ്ട് കേരളത്തിന്. അവിടെയാണ് അതിന്റെ കടക്കൽ കത്തിവെക്കലാണ് ഒരു പക്ഷേ ഒരു ചർച്ചയിൽ സിസ്റ്റർ ജസ്മി പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് കുട്ടികൾ ഇത് കണ്ടോട്ടെ. പക്ഷെ അത് അങ്ങനെ ഒരു ക്യാമ്പയിനായി മാറുമ്പോൾ അത് കേരളത്തിലെ ഒരു
മതവിഭാഗത്തെ എത്രമാത്രം മുറിവേൽപ്പിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടേ എന്ന്. രാജൻ, അതുകൂടി മൂസേ, ശ്രദ്ധിക്കേണ്ടേ നമ്മൾ? അല്ല അവിടെ ഞാൻ പറയുന്നത് സിനിമയായിട്ട് കൂടി കുറച്ച് കാണണം. അവർക്ക് അവര് റിയൽ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോഴും ആട് ജീവിതം എന്ന് പറയുന്നത് റിയൽ സ്റ്റോറി ആണെന്ന് തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പൊ ബെന്യാമിന് തന്നെ സംഭവിച്ചില്ല, അത് ആടുമായി ലൈംഗിക വീഴ്ച നടത്തുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് പിന്നെ നോവലിനൊരു പിന്നെ മിനുക്കുമണി എന്നുള്ള രീതിയിൽ പുള്ളിയുടെ വക കോൺട്രിബ്യൂട്ട് ചെയ്തത് നജീബിന്റെ കഥയല്ല എന്ന് പറഞ്ഞു. അപ്പൊ സിനിമ എടുക്കുമ്പോൾ സിനിമയ്ക്കകത്ത് അതിനകത്ത് കുറച്ച് മസാല ഇടും, കുറച്ച് പിന്നെ മിനുക്കുമണിയൊക്കെ എടുക്കും. അല്ലാതെ ഈ സാധനം അതേപോലെ പുഴുകി കൊടുത്തു കഴിഞ്ഞാൽ ആരും തിന്നത്തില്ല. അതിനകത്ത് ചില പിന്നെ സിനിമയ്ക്കകത്ത് ചില മിനുക്കുമണികളൊക്കെ എടുക്കും. ആ പിന്നെ മലബാർ കലാപകാലത്ത് നൂറുകണക്കിന് ഹിന്ദു പുരുഷന്മാരെ കൊല്ലുകയും അവരുടെ സ്ത്രീകളെ പിന്നെ നിർബന്ധിതമായും പിന്നെ മതം മാറ്റുകയും ലൈംഗിക അടിമകളാക്കി മാറ്റുകയും അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്ത വാര്യൻ കുന്നൻ എന്ന് പറയുന്ന ഒരു സൈക്കോയെ പിന്നെ വലിയ ഹീറോ ആയിട്ട് അവതരിപ്പിച്ച 1921 സിനിമ വന്നപ്പോ ഈ വിവാദമൊന്നും ഉണ്ടായില്ലല്ലോ. അതൊന്നും ഉണ്ടായില്ലല്ലോ. വാര്യൻ കുന്നനെ എപ്പോഴും ഹീറോ ആയിട്ട് കൊണ്ടു നടക്കുക ഒരു സൈക്കോ ആയിരുന്നു. അല്ല വാര്യ, അത് ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോ രാജൻ ജോസഫിന്റെ അഭിപ്രായമായിരിക്കില്ല മറ്റ് ചില ചരിത്രകാരന്മാർക്കുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ മുമ്പിൽ നമ്മൾ ജീവിക്കുന്ന രാജൻ ജോസഫും സിസ്റ്റർ ജസ്മിയും അഡ്വക്കേറ്റ് വിമല ബിനുവും ജീവിക്കുന്ന ഈ വർത്തമാന കാലത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് കേരള സ്റ്റോറിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അവിടെ വിഷയം നമ്മുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജില്ലയിൽ നിന്ന്, ഇപ്പൊ കൊല്ലം ജില്ലയിൽ നിന്നും ആരും പോയതായിട്ട് എനിക്കറിയില്ല. ഇതിനകത്ത് കടന്നു വരുന്ന ചില വലിയ മാനങ്ങളുണ്ട് ഫിറോസ്. അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളില് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത് ചർച്ചയ്ക്ക് വന്നതിന് ശേഷം എന്റെ വളരെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മുസ്ലിം കുടുംബമുണ്ട്. അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ആ കുട്ടിയെ വിളിക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം, വിമലയും ഞങ്ങളോട് അകന്നോ? ഞങ്ങളോട് നിങ്ങളുടെ മതത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളോട് അകന്നോ? ഞങ്ങളുടെ കുടുംബത്തോട് അടുക്കാൻ നിങ്ങൾക്ക് പേടിയാണോ എന്ന് ചോദിച്ചു. നമ്മുടെ സമൂഹം എത്ര, എനിക്ക് വളരെ സങ്കടത്തോടുകൂടിയാണ് ഞാൻ ആ ചോദ്യത്തെ അഭിമുഖീകരിച്ചത് പോലും. കാരണം നമ്മൾക്ക് ഇത്രയും കാലങ്ങൾ നമ്മൾ ഭാരതീയർ, നമ്മൾ കേരളീയർ, നമ്മൾ സഹോദരങ്ങൾ എന്ന് ചിന്തിച്ച കാലത്ത് നിന്നും നമ്മൾ അകലേണ്ടവരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് മുമ്പിൽ കൊണ്ടുവന്നിടുന്നു എന്ന് പറയുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്തരം ദ്രോഹങ്ങളെ നമ്മൾ, അതും പ്രത്യേകിച്ചും സ്ഥാപിതമായ മത സാംസ്കാരിക നായകരിൽ നിന്ന് അത് ഉണ്ടാവുമ്പോൾ അത്തരം ശ്രമങ്ങളെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് അനിവാര്യതയാണെന്ന് തോന്നുന്നു. കാരണം ക്രിസ്ത്യൻ പള്ളികൾ അതിൽ നിന്ന് പിന്മാറിയെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല ഇന്നലെയൊക്കെ വന്ന ന്യൂസിൽ വീണ്ടും അത് പ്രദർശിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തില് കുട്ടികളെ അടക്കം കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലൊരു സമീപനം ഉണ്ടായാൽ, അത് മാത്രമല്ല അത് വളരെയധികം ഒന്നും നമുക്ക് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല. അതാണ് അതിനകത്തെ ഒരു വിചിത്രത എന്ന് പറയുന്നത്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിലനിൽക്കുന്ന BJP സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് തോന്നുന്നവർ അവർക്ക് വോട്ട് ചെയ്യട്ടെ. പക്ഷെ അതും ഈ മുസ്ലിം വിരോധവും തമ്മിൽ എങ്ങനെ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇത്തരത്തിൽ ലവ് ജിഹാദികളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ പറയുന്നു എന്നുള്ളതിന്റെ ആ ഒരു എന്താ പറയാ പൊരുത്തമില്ലായ്മ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം. അത് എവിടെയാണ് അതിനകത്ത് കേന്ദ്ര സർക്കാർ അതിനെ അടിച്ചമർത്തണം. അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സിലേക്ക് പോകാൻ ഇപ്പം ഗവൺമെന്റിന് കഴിഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ 5 വർഷത്തെ കാലയളവില്? അതെന്താന്ന് വെച്ചാൽ അത് നോട്ടീസ് ചെയ്യുക, അതിനുള്ള പ്രിവെന്റീവ് ആക്ഷൻസ് എടുക്കുക. ലവ് ജിഹാദ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് യു ഷുഡ് സ്റ്റാർട്ട് വോട്ടിംഗ് ഫോർ BJP എന്ന് പറയുന്നതില് സാങ്കത്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ലവ് ജിഹാദ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഞാൻ പറയുന്നത് പ്രണയം ഉണ്ടാവട്ടെ, പ്രണയിച്ച് വിവാഹം കഴിക്കട്ടെ. ഇനി അതല്ല, മതം മാറിയാലേ വിവാഹം കഴിക്കുന്നുള്ളെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയാണ്, പിന്നെ നിനക്ക് എന്നെ ഇഷ്ടമാണോ, പക്ഷെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് മതം മാറേണ്ടി വരും എന്നുള്ളത് ആദ്യമേ പറയണം. മറ്റേതാണ് ഇത് ട്രാപ്പ് ആവുന്നത്. ഇത് പിന്നെ പ്രണയത്തിലാവുന്നു, ആ സമയത്ത് മതമൊന്നും കിടക്കാവുന്നില്ല. പർപ്പസ്ഫുള്ളി അങ്ങനെ വന്ന് ഒരു അവസാന ഘട്ടത്തിൽ പിന്നെ ഈ കുട്ടിയെ പിന്നെ വിട്ടുപോരാൻ പറ്റാത്ത അത്രയും ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ മതം മാറണമെന്ന് പറയാം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അതാണ് പ്രശ്നം. ഒന്നും വേണ്ട. MM അക്ബറിനും എനിക്ക് നേരിട്ടറിയാവുന്ന വളരെ അടുത്ത് പിന്നെ സൗഹൃദമുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബവും ഒരു ഹിന്ദു കുടുംബവും ഉണ്ട്. അതായത് ഈ മുസ്ലിം ചെറുപ്പക്കാരാൽ വഞ്ചിക്കപ്പെട്ട, പ്രണയത്താൽ വഞ്ചിക്കപ്പെട്ട 2 പെൺകുട്ടികളുണ്ട്.
ഉണ്ട്. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അവരിപ്പോ അടുത്തറിയാവുന്ന സിറിയയിലാണോ അർത്ഥമൊന്നും കേരളത്തിലാണോ? ഏഹ് അവർ അഫ്ഗാനിസ്ഥാനിലാണോ സിറിയയിലാണോ കേരളത്തിലാണോ? അവരെല്ലാം കേരളത്തിൽ തന്നെ ചാക്കുമൂടി നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ. ചാക്കുമൂടി നടക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തോടു കൂടി ആ പ്രയോഗം നടത്തും. ഞാൻ അവലപ്പുറത്തുകാരനാണ്, മഞ്ചേരിക്കാരനാണ്. ആ ശരി ഉത്തരവാദിത്തോടു കൂടി ശരി ഒന്ന് ശരി പിന്നെ ശരി ശരി ശരി. വേറൊന്ന് അപ്പൊ നേരിട്ടറിയാവുന്ന, അപ്പൊ ജോസിന്റെ നേരനുഭവത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും രാജൻ ജോസഫിന് ഈ വൈകാരികമായി തന്നെ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാനുണ്ട്. എന്റെയും ഫിറോസിന്റെ ഒക്കെ സുഹൃത്തായിട്ടുള്ള ഈ കാസ എന്ന് പറയുന്ന സംഘടനയുടെ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആ വ്യക്തി, പേരിപ്പോ എവിടെയും പറയുന്നില്ല, ഈ കാസ രൂപീകരിക്കാനുള്ള കാരണം ഇതായിരുന്നു. അദ്ദേഹത്തിന്റെ മകളെ 18 വയസ്സാകുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഈ മാതാപിതാക്കളെ ത്രെട്ട് ചെയ്യുകയും ചെയ്തു ഒരു സംഘം ആൾക്കാർ. അന്നൊക്കെ PFI ഉള്ള കാലമാണ്. ഇപ്പൊ അവന്മാരും മൂത്താപ്പന്മാരും മുഴുവൻ അവിടെ തിഹാർ ജയിലിൽ കിടക്കുക, അത് വേറെ കാര്യം. ഓക്കെ, 47 ഇന്ത്യ ഭരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാ. ഇവർ ആ രീതിയിൽ ത്രെട്ട് ചെയ്യുക. ഞാൻ കോളേജിൽ അടുത്ത സൗഹൃദം ഉണ്ടാവുകയും ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനാവുന്ന സമയത്ത് എന്റെ യൂണിയനിൽ ഭാരവാഹിയാവുകയൊക്കെ ചെയ്ത് ഞങ്ങളെ കൂടുതലാണ് മഞ്ചേരിയിലെ പ്രബലമായ മുസ്ലിം കുടുംബത്തിലുള്ളതാണ്. പക്ഷെ ഇത് പ്രണയമാണ് തെറ്റി വെച്ചിട്ട് എന്നെ വന്നിട്ട് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില മുസ്ലിം ടൗണിൽ നിന്ന് കോളേജിൽ വന്നിട്ട് രാജാ നിനക്കെതിരെ നീക്കം നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പൊ നീ ഏതിന്ന് വിമാനം ചോദിച്ചു. അല്ല ഇന്ന കുട്ടിയായിട്ടുള്ള ബന്ധം. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ്. അപ്പൊ ഇവര് പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങളുടെ മതത്തിലുള്ള ഒരു പെൺകുട്ടി അങ്ങനെ ബന്ധത്തിലെത്തിക്കാന്നാണ്. പക്ഷേ നമുക്കൊക്കെ ഞാൻ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇപ്പൊ നിലവിൽ ഉണ്ടായി പിന്നെ കല്യാണം രാജൻ, എന്തോ ചെറിയ കഴിക്കുന്നത് സാങ്കേതിക പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്റർനെറ്റിന്റെ എന്തോ പ്രശ്നമാണെന്ന്. സിസ്റ്റർ ജസ്മി, ഒരു കാര്യം, ഇപ്പോ ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി പാഴ്സി ആയിക്കോട്ടെ, മറ്റേതെങ്കിലും മതം ആയിക്കോട്ടെ, ഒരു മതം ടാർഗറ്റ് ചെയ്യപ്പെട്ടാൽ, കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു അന്തരീക്ഷം എടുത്താൽ, അത് ഏത് മതമോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ജാതിയോ ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തിൽ അവർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയാൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ തങ്ങൾ യോഗ്യരല്ല എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന മതസൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും ഈ വലിയ ഈ പുകഴ്ചൊല്ലുകൾ, കേരളം എന്ന് പറയുന്ന പ്രബുദ്ധ കേരളം, എല്ലാ സൂചികകളിലും മുമ്പിൽ നിൽക്കുന്ന കേരളം എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അത്തരം ചില ദുസ്സൂചനകൾ കൂടി ഈ സിനിമ നൽകുന്നുണ്ട് എന്ന് സിസ്റ്റർ കരുതുന്നുണ്ടോ? അതോ അതിനപ്പുറത്ത് അതിനെ ഒരു സിനിമയായി മാത്രം പരിഗണിച്ചാൽ മതിയെന്നാണ്? ഈ മാനവീയതയ്ക്ക് മുൻതൂക്കം കൊടുക്കാതെ ഇരിക്കുന്ന ഏത് കലാരൂപവും ഈ സിനിമയായാലും അത് നിരോധിക്കപ്പെടേണ്ടതാണ്, നിഷേധിക്കപ്പെടേണ്ടതാണ്. നമ്മൾ നിഷേധിച്ചേ പറ്റൂ. കാരണം ഈ മതസൗഹാർദ്ദം എന്നൊക്കെ നമ്മൾ പറയുന്നത് മനുഷ്യനാണ്, മനുഷ്യരാണ്. അതിനപ്പുറം ഈ മതം എന്നുള്ള വേർതിരിവ്, രാഷ്ട്രീയം എന്നുള്ള വേർതിരിവ്, ഇതൊക്കെ ഏത് കഥകളിലൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ 9ാമത്തെ പുസ്തകത്തിന്റെ ടൈറ്റില് കേരള സ്റ്റോറികൾ എന്നാണ്. അത് ഗ്രാമർ പ്രകാരം തെറ്റാണ്, സ്റ്റോറീസ് എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ അപ്പൊ ഞാൻ മനഃപൂർവ്വം തന്നെ കേരള സ്റ്റോറികൾ, DC ആണ് പബ്ലിഷ് ചെയ്തത്. അതിൽ ഞാൻ ഒരു ലേഖനമാണ് അതിന്റെ ടൈറ്റിലുള്ളൂ. നമ്മൾ കുറെ ലേഖനങ്ങൾ എഴുതി ഒരു ലേഖനത്തിന്റെ ടൈറ്റിൽ എടുത്തിട്ട് ബുക്കിനെ കൊടുത്തിരിക്കുന്നു, നമ്മൾ ചെറുകഥയ്ക്ക് കൊടുക്കുന്ന പോലെ. അതിലെ മാധവിക്കുട്ടിയുടെ വണ്ടിക്കാളുകളും പിന്നെ നമ്മുടെ എന്താണ് അവളുടെ പേര്, ഖബർ, മീരയുടെ ഖബർ, അതിൽ രണ്ടിലും ആ രണ്ട് സാഹിത്യകൃതിയിലും ഒരു ഹിന്ദു മുസ്ലിം ബന്ധമാണ്. അത് നല്ല ബന്ധമാണ്, നല്ല പ്രണയമാണ്. അതുകൊണ്ട് കേരള സ്റ്റോറികൾ നല്ല പ്രണയങ്ങളാകട്ടെ, എന്താണ് ഇന്റർകാസ്റ്റ് മാരേജ്, മിശ്ര വിവാഹങ്ങൾ എന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ചേച്ചി, അന്ന് ഞാൻ കന്യാസ്ത്രീ ആവാൻ പോവുകയാണ്, ആ സമയത്താണ് ചേച്ചിയെ ഒരു ഹിന്ദു മനുഷ്യനുമായിട്ട് പ്രണയം തുടങ്ങിയപ്പോൾ ചേച്ചിക്ക് ആകെ അങ്കലാപ്പായി. അപ്പൊ ഞാൻ തറവാട്ടിലുള്ളവരോട് ഞാൻ പറഞ്ഞത്, ഞാനൊരു എന്താണ് മരപ്പണിക്കാരനെ ആണ് കെട്ടാൻ പോകുന്നത്. മരപ്പണിക്കാരൻ, ജാതിയിൽ വ്യത്യാസമുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പൊ ചേച്ചി എന്തിനാ മേടിക്കണേ? ചേച്ചി ഒരു നായരെ കെട്ടുന്നു, ഞാനൊരു മരപ്പണിക്കാരനെയാണ് കെട്ടാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ അത്രയും പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് ചേച്ചിയുടെ കാര്യത്തിൽ. അങ്ങനെ ചേച്ചി അതിനുശേഷം ഇപ്പോ ചേച്ചിയുടെ മോനും കല്യാണം കഴിച്ചിരിക്കുന്നത്. മോൻ മാമോദിസയൊക്കെ മുക്കി എൻ്റെ അമ്മ പോയി അവരെയൊക്കെ മാമോദിസ മുക്കിയെങ്കിലും അവൻ കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു സ്ത്രീനെയാണ്. അത് കഴിഞ്ഞിപ്പോ എൻ്റെ ഇളയ ബ്രദറിന്റെ ഒരു മോള്, അവള് ഒരു ഹിന്ദു പുരുഷനെയാണ് കല്യാണം കഴിച്ചത്. അവര് മതം മാറിയിട്ടില്ല, അതൊരു പ്രത്യേകതയാണ്. മതം മാറി ചെയ്തതാണ് മറ്റവരൊക്കെ.
പക്ഷെ ഇത് മതം മാറ ഞാനത് ഇൻസിസ്റ്റ് ചെയ്യില്ല. എന്താണ് ഈ മതം മാറല്? അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു സ്പിരിറ്റാണ് വേണ്ടത്, ആത്മീയതയാണ് വേണ്ടത്. അത് ഏത് മതത്തിലുമുള്ള ആത്മീയത ആർക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പൊ അതില് ഈ മതം എന്ന് പറഞ്ഞിട്ട് അത് മതം, റിലിജൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ റെലിഗാരെ, ബന്ധം എന്നാണ്. ആ ബന്ധം ബന്ധനമാകരുത്. മതം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിന് അഭിപ്രായം എന്നൊക്കെയുള്ള അർത്ഥം പറയുന്നുണ്ട്. പക്ഷെ റിലിജൻ എന്നുള്ള റെലിഗാരെ എന്നുള്ളത് ബന്ധമാണ്. അത് ബന്ധനമാക്കി തീർക്കുന്നത് വരുമ്പോഴാണ് ഈ പ്രയാസങ്ങൾ മുഴുവൻ. ഞാൻ സ്വതന്ത്രമായി മനുഷ്യരെല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഈ സ്വാതന്ത്ര്യം തേടി പുറത്തിറങ്ങി ഒരുപക്ഷെ 101% സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും ഭാഗ്യവതിയായ ഒരു സ്ത്രീയാണ് ഞാൻ. 16 വർഷമായി മടത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ അത്രയും ഇത്ര സ്വാതന്ത്ര്യം വേറെ സ്ത്രീകൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ഒരുപാട് സ്ത്രീകൾ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അപ്പോഴും ഉണ്ട് ഒരു ചെറിയ കെട്ട്. ഞാൻ വളരെ ചിത്രശലഭം പോലെ പാറി നടക്കുകയാണ്. സ്വാതന്ത്ര്യം പുരുഷന്മാർക്ക് പലപ്പോഴും കിട്ടുന്നുണ്ട്, അത് സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. ആ സങ്കടമൊക്കെ എനിക്കുണ്ട്. എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം കിട്ടട്ടെ. എല്ലാവരും പുരുഷൻ സ്ത്രീ എന്നുള്ള വേർതിരിവ് ഞാൻ അത്ര വരുത്തുന്നില്ല. കാരണം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്ക് നിങ്ങൾ ദൈവമക്കളാണ്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഒന്നും അനുവദിക്കുന്നില്ല മതങ്ങൾ. അവിടെയാണ് സങ്കടം. ഈ മതം എലികെട്ടി ഈ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. അപ്പൊ സ്വതന്ത്രരായി പ്രണയിച്ചും മതേതരമായി ജീവിച്ചും സൗഹാർദ്ദപരമായും മനുഷ്യൻ ഒരു സ്വർഗം കെട്ടിപ്പടുക്കി ജീവിച്ചാൽ ഇവിടെ തന്നെയൊക്കെ സ്വർഗമുള്ളൂ. സ്വർഗം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലവും നരകം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമൊന്നും ഇല്ല. ഇവിടെ നമ്മൾ സ്വർഗം കണ്ടെത്തിയാൽ അതാണ് സ്വർഗം. അപ്പൊ അതിനൊരു അവസരം ഉണ്ടാക്കുക. അതിന് ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഈ കേരള സ്റ്റോറി ഒക്കെ വരുമ്പോഴും ഈ പള്ളിക്കാർ ഇത് കാണിക്കുമ്പോഴും ഏറ്റവും വേദനിക്കുന്ന ഒരു മതവിഭാഗമാണ് മുസ്ലിംസ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സാണ് അവരൊക്കെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിംസ് മാത്രമോ സിസ്റ്റർ, ക്രിസ്ത്യൻസും വേദനിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. എന്തുകൊണ്ട് പിതാക്കന്മാർ ഇങ്ങനെ ചെയ്യുന്നു എന്ന് വേദനയോടെ ഓർക്കുന്ന ക്രിസ്ത്യൻ സമൂഹമുണ്ട്. അപ്പൊ ഇത് അതെ, അതുകൊണ്ടാണ് ഫാദർ പോൾ തേലക്കാടിനെ പോലെയുള്ളവർ പറയുന്നത് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നുവെന്ന്. പണ്ട് ക്രൈസ്റ്റ് ചോദിച്ച പോലെ, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. 2020 സീറോ മലബാർ സഭയുടെ സിനഡ് ഈ ഒരു വിഷയം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് എന്തൊരു പ്രമേയം പാസ്സാക്കി എന്നൊക്കെ അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചിരുന്നു. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 3 പേർക്കും, ഒപ്പം ഈ ചർച്ചയുടെ ഭാഗമായിരിക്കുന്ന എനിക്കും സിസ്റ്റർ പറഞ്ഞതുപോലെ ആത്മീയതയുടെ കാര്യത്തിൽ, മാനവികതയുടെ കാര്യത്തിലൊക്കെ ഏതാണ്ട് ഒരേ അഭിപ്രായമാണ്. ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടായിരിക്കാം. അത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, ഒപ്പം ഒരു സിനിമയുടെ മസാലകൾ സ്വാഭാവികമായും ചേർത്തിട്ടുണ്ടാകും എന്ന നിലയിൽ നിന്നുകൊണ്ട് അതിനെ പരിഗണിക്കണമെന്ന് രാജൻ ജോസഫ് പറയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ആശങ്ക സിസ്റ്റർ ജസ്മിയും അതുപോലെ അഡ്വക്കേറ്റ് വിമല ബിനുവും പങ്കുവയ്ക്കുന്നു. ഏതായാലും ഇത് വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ പ്രചാരണ ചൂടിന്റെ അല്ലെങ്കിൽ പ്രചണ്ഡ പ്രചാരണത്തിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച അതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് തികച്ചും അപലപനീയമാണ്. അത് സ്വാഭാവികമായും അത് സഭയാകട്ടെ, അല്ലെങ്കിൽ അതിനി ഒരു ഏതെങ്കിലും മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിഭാഗവുമായി ബന്ധപ്പെട്ടോ ആകട്ടെ, അല്ലെങ്കിൽ ഈ സനാതന ധർമ്മം പറയുന്ന ഏതെങ്കിലും ഹിന്ദു വിഭാഗവുമായി ബന്ധപ്പെട്ടാകട്ടെ, ആരുമായി ബന്ധപ്പെട്ടായാലും ഇത്തരം ക്യാമ്പയിനുകൾ അതിനെ രാഷ്ട്രീയവുമായി കൂട്ടി കുഴയ്ക്കുന്നുണ്ടെങ്കിൽ അത് അപലപനീയമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. സ്നേഹമറിയിക്കുന്നു സിസ്റ്റർ ജസ്മിക്ക്, അഡ്വക്കേറ്റ് വിമല ബിനുവിന്, എന്റെ പ്രിയ സുഹൃത്ത് രാജൻ ജോസഫ്, എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.